ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ കണ്ടാലോ? ചെറിയൊരു കുക്കിംഗ് ആണ് കേട്ടോ. എനിക്ക് അങ്ങനെ വല്ലാണ്ട് കുക്കിംഗ് ഒന്നും അറിയില്ല. ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. എൻ്റെ കുക്കിങ്ങിലൊക്കെ മെയിനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് കഴിച്ചിട്ട് ഓരോ ഫുഡും കഴിച്ചിട്ട് അതിന് എന്താണ് കുറവെന്ന് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രോത്സാഹനം എനിക്ക് തരാറുണ്ട് കേട്ടോ. എനിക്ക് ഹസ്ബൻഡ് തരുന്ന ഈ പ്രോത്സാഹനവും സപ്പോർട്ടും കൊണ്ടാണ് യൂട്യൂബും അതുപോലെ കുക്കിങ്ങിലായാലും ഇത്രയധികം എനിക്ക് കുക്കിംഗ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമൊക്കെ വന്നത് ആളുടെ സപ്പോർട്ട് കാരണമാണ്. ആൾക്ക് ഞാൻ ഈവനിങ്ങിൽ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് മിക്കപ്പോഴും കൊടുക്കാറ്. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്ക് ഏറ്റവും ഇഷ്ടം വെജിറ്റബിൾ കട്ട്ലേറ്റാണ്. ചിക്കൻ കട്ട്ലേറ്റിനേക്കാളും ഇക്കാക്ക് ഇഷ്ടം വെജിറ്റബിൾ കട്ട്ലേറ്റാണ്. ബീട്രൂട്ട് അങ്ങനെ ഇഷ്ടമല്ല. ബീട്രൂട്ട് തോരനായിട്ടൊക്കെ കഴിക്കെങ്കിലും കട്ട്ലേറ്റ് രൂപത്തിൽ ആൾക്കിഷ്ടം ബീട്രൂട്ട് ഇല്ലാണ്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും മിക്സ് ചെയ്ത് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ബീട്രൂട്ട് മാറ്റി ക്യാരറ്റും ഉരുളക്കിഴങ്ങും യൂസ് ചെയ്തിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി. ആൾ ശരിക്കും സർപ്രൈസ് ആയിട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതാണ് വലിയ സർപ്രൈസ് എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ആൾക്ക് ഞാൻ വേറെ ഫോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതിനേക്കാളും ഇക്കാക്ക് ഇഷ്ടം ഇതുപോലെ ഫുഡ്, ആൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കുക, ലെറ്റേഴ്സ്, അങ്ങനെയൊക്കെയാണ് ആളെ സർപ്രൈസ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ഇത് വെജിറ്റബിൾ ചോപ്പറാണ്. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കട്ടിങ് ചോപ്പറാണ്. വെജിറ്റബിൾസൊക്കെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇഞ്ചി, പച്ചമുളക് എല്ലാം നമുക്ക് ചോപ്പ് ചെയ്ത് ക്യാരറ്റും പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് ചോപ്പ് ചെയ്യാൻ പറ്റും. ഇത് വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനും വളരെ സിമ്പിളാണ്. അതുപോലെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ മോന് കളിക്കുന്ന ടൈമിൽ അവൻ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസ് എനിക്ക് വളരെ യൂസ്ഫുള്ളാണ് കിച്ചണിൽ. ഇതിപ്പോൾ ഞാൻ 3 മാസമായി യൂസ് ചെയ്യുന്നത്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. ബ്ലേഡ്സൊക്കെ നല്ല ഷാർപ്പാണ്. ഈസി ആയിട്ട് നമുക്ക് ക്യാരറ്റ് തോരൻ വെക്കാനും വെജിറ്റബിൾസ് അതുപോലെ ക്യാബേജ് തോരൻ ഒക്കെ നമുക്ക് ഒരു 10 മിനിറ്റ് വേണ്ട ഇത് കട്ട് ചെയ്യാനായിട്ട്. ജസ്റ്റ് വലിയ പീസസ് ആയിട്ട് ഇതിലേക്ക് കട്ട് ചെയ്യുക, ചോപ്പ് ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ തലേദിവസം തന്നെ എല്ലാ കുക്കിങ്ങും നെക്സ്റ്റ് ഡേക്കുള്ള ലഞ്ചിലേക്കുള്ള കറി അതുപോലെ തന്നെ തോരനൊക്കെ നൈറ്റ് ടൈമിൽ ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പരിപ്പും തക്കാളിയും നാളികേരം അരച്ചിട്ടാണ് ഉണ്ടാക്കിയത്. തൃശ്ശൂർ സ്റ്റൈല് പരിപ്പും തക്കാളിയും നാളികേരം അരച്ച് വെക്കാറുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ വെക്കാറുണ്ടോ? പരിപ്പും തക്കാളി ഇട്ട് നാളികേരം അരച്ച് പരിപ്പും തക്കാളിക്കറി. പിന്നെ ഉണ്ടാക്കിയത് ക്യാരറ്റ് തോരനാണ്. ഉപ്പേരി തോരനൊക്കെ മോർണിംഗ് ടൈമിൽ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് എനിക്ക് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ തോരനും ഉണ്ടാക്കി വെച്ചു. അപ്പോൾ കൂടുതൽ എളുപ്പമാവുമല്ലോ. ഞാൻ പുറത്ത് തുണി വിരിച്ചിട്ടത് എടുക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് 2 കിളികൾ കേട്ടോ. ഇവിടെ ഇങ്ങനെ അപൂർവമായിട്ട് ഇങ്ങനെ കിളികളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഒരു മനസ്സിനും ഒരു സന്തോഷമാണ്. ഫുള്ള് ബിൽഡിങ്, അധികം പച്ചപ്പൊന്നും ഇല്ലാണ്ട് ഇതുപോലെ കിളികളൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു നാടിൻ്റെ ഒരു ഓർമ്മയും അതുപോലെ ഒരു സ്പെഷ്യൽ സന്തോഷമാണ്. നൈറ്റ് ഞങ്ങൾ മിക്കപ്പോഴും പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോവാറുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ പോയത് പാർക്കിലാണ്. മോളും മോനക്കും ഈ റൂമിൽ തന്നെയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാട്ടിലാവുമ്പോൾ മുറ്റത്തൊക്കെ കളിക്കലും പിന്നെ അതുപോലെ ഫ്രണ്ട്സായിട്ട് അവരും കളിക്കലും ടോയ്സൊക്കെ ഷെയർ ചെയ്ത് കളിക്കലൊക്കെയാണ്. ഇപ്പോൾ 2 ആളും റൂമിൻ്റെ ഉള്ളിലായപ്പോൾ അതിൻ്റെ ആ വാശിയും കുറുമ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും നൈറ്റ് വാക്ക് പോകാറുണ്ട്. ഇന്ന് ഞങ്ങൾ പോയത് പാർക്കിലാണ്. നാളെ ചീസ് വെച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശയാകുമ്പോൾ വളരെ സിമ്പിളല്ലേ. മിക്കപ്പോഴും ദോശ ഇഡ്ഡലിയൊക്കെയാണ് ഇക്കാക്ക് ജോലി ടൈമിൽ മോർണിംഗ് ടൈം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാറ്. ഒത്തിരി ചീസ്
പലതരത്തിലുള്ള ചീസുകളുണ്ട്, മൊസറല്ല ചീസ്, ക്രീമി ചീസ്. എനിക്ക് കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കും എന്നുള്ളത്. പിന്നെ പതിവ് പോലെ അവിടെ ഒരു സാധനം വാങ്ങാൻ പോയതാണ്, പക്ഷെ കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങി. മോന് പഴം വാട്ടിയതൊക്കെ കൊടുത്ത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.